ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തിൽ സങ്കീർത്തനം 56:8 ഇപ്രകാരം പറയുന്നു: നിന്റെ ഉഴർച്ചകളെ ഞാൻ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെയാണോ പ്രിയമക്കളെ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നത്? ആരോടും പറയാൻ പറ്റാത്ത ഒരു വേദന നിന്നെ അലട്ടുന്നുണ്ടോ? ആരോടും പറയാൻ പറ്റാതെ നീ അതെങ്ങനെ പറയും എന്ന് ഓർത്ത് നീ പൊട്ടി പൊട്ടി കരയുന്ന ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? നീ ഒരു കടഭാരത്തിന്റെ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? ഒരു രോഗം നിന്നെ ബാധിച്ച്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ രോഗം എനിക്ക് കടന്നു വന്നത് എന്ന വിഷയത്തിന്റെ അവസ്ഥയിലൂടെയാണോ നീ കടന്നു പോകുന്നത്? ഇന്ന് ഈ സമയത്ത് അപ്പന്റെ കരങ്ങളിൽ ഒന്ന് കൊടുക്കാമോ? നീ അനുഭവിച്ച കണ്ണുനീരിനെ കാണാതെ പോകുന്ന ഒരു ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ കണ്ണുനീരോടെ ആയിരുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് മറുപടി തരും. ആ കർത്താവ് നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് ഈ ദിവസങ്ങളിൽ മറുപടി തരാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. ഈ ദിവസങ്ങളിൽ നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ കണ്ണുനീരിന്റെ ഒരു പ്രതിഫലം കർത്താവ് തരാൻ പോവുകയാണ്. സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നാണ് വചനത്തിൽ പറയുന്നത്. ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നിനക്ക് കണ്ണുനീരിലൂടെ കടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്, ഒരു കഷ്ടതയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട് ദൈവമക്കളെ. ഒരു കണ്ണുനീരുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ കണ്ണുനീരിനെ പകർന്നു കഴിഞ്ഞാൽ ആ കർത്താവ് നിനക്ക് മറുപടി തരും. കർത്താവിന്റെ പുസ്തകത്തിൽ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നത്. നീ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നാൽ മാത്രം മതി. കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ കണ്ണുനീരിന് കർത്താവ് മറുപടി തരാൻ പോവുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം.